സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സമൂസ റെസിപ്പി ആയിട്ടാണ്. കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു സമൂസയാണിത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഉപ്പ് മാത്രം പുരട്ടി വെച്ച ചിക്കനാണ്. അതിനെ നമുക്ക് ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി അതിനൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ ആ സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത്, പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി വരുന്നവരെ നമ്മൾ വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ചിക്കനാണ്. അത് ജസ്റ്റ് ഒന്ന് മിക്സിയിലോ അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ആ കട്ട പീസ് ഉണ്ടാവാൻ പാടില്ല. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഉടച്ചു കൊടുക്കുക. അതിൻ്റെയും ഈ ഉരുളക്കിഴങ്ങിലും ഒരു കട്ടയും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് നമുക്ക് പേസ്റ്റായിട്ട് കിട്ടണം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവർ ഉണ്ടാക്കണം, ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ടൈറ്റിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. ഇനി നമ്മളിതിനെ 3-4 ബോൾസ് ആക്കിയിട്ട് മാറ്റുക. അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് ആവശ്യത്തിന് മൈദയും കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുക. നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് തിന്നായി പോകരുത്. ഒരു മീഡിയം തിക്നെസ്സിൽ നമ്മളിതിനെ പരത്തിയെടുക്കുക. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വലിച്ച് ഏകദേശം ഒരു സ്ക്വയർ പോലെ നമ്മൾ ആക്കിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുത്തിട്ട് എല്ലാവരെയും ഒരേപോലെ ഒരേ ഒരു തിക്നെസ്സിൽ വരുന്ന രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. നമ്മളിത് റോളാക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു എൻഡ് നമ്മൾ ഫ്രീ ആക്കിയിട്ടിടണം കേട്ടോ. നമ്മൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആ എൻഡ് ഒന്ന് ഫ്രീ ആക്കിയിട്ടിടണം. ഇനി നമുക്കിതിനെ റോൾ ചെയ്തെടുക്കണം. നമ്മൾ പരത്തുന്ന ടൈമിൽ അടിയിൽ നന്നായിട്ട് പൊടിയില്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഈ ഷീറ്റ് ചിലപ്പോൾ ബോർഡിൽ സ്റ്റിക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പൊടിയിട്ട് തന്നെ നമ്മൾ പരത്തുക. പിന്നെ നമ്മുടെ മസാല നല്ല പേസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യുന്ന ടൈമിൽ അതിങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് മുഴച്ചിരിക്കും. ഇനി നമുക്കിതിൻ്റെ എൻഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളമാക്കി കൊടുക്കുക. വെള്ളമാക്കിയിട്ട് ആ എൻഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എൻഡൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ വീല് പോലെ കട്ട് ചെയ്തെടുക്കണം. ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിനെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഭയങ്കര ഹാർഡായിട്ട് പിടിക്കരുത്. നല്ല സോഫ്റ്റായിട്ട് പിടിച്ചിട്ട് മെല്ലെ മെല്ലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും അതിനെ ചെറിയ ചെറിയ വീൽസ് പോലെ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സോഫ്റ്റായിട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ ആകെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കറക്റ്റ് റൗണ്ടായി വന്നിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കറക്റ്റ് ആ റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈറ്റായിട്ട് പിടിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ ഒരു റൗണ്ടിൽ കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കോട്ടിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും 1/4 കപ്പും കുറച്ചുകൂടെ വേണ്ടി വരും കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ കൂടെ വേണ്ടി വരും. അത്രയും വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഇത്തിരി ലൂസിൽ നമ്മൾ മൈദ കലക്കി വെക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഓരോ വീൽസ് നമ്മൾ മുക്കിയെടുത്തിട്ട്
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഓരോന്നും ഇങ്ങനെ മുക്കി വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മുക്കുക, നേരെ എണ്ണയിലേക്ക് ഇടുക. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സൈഡ് കംപ്ലീറ്റ് കുക്കായതിന് ശേഷം മാത്രമല്ല നമ്മൾ തിരിച്ചിടേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് 2 സൈഡും മറിച്ചിട്ട് കൊടുക്കാം. എന്നാൽ മാത്രമേ 2 സൈഡും ഒരേപോലെ കുക്കായി നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൈൻവീൽ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതേപോലെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു. ബൈ.